ഈ ഷൈന പ്രദക്ഷിണവും ശൂലം കുത്തലൊക്കെ മാറ്റി പിടിച്ചിട്ട് വല്ല വിളക്ക് വെക്കലോ ശർക്കര നേരിൽ അങ്ങനെ വല്ലതും ആക്കിയാൽ പോരെ. ഏയ് ഫലം കുറയും. ഫലം ഒത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പം ഉരുണ്ടുരുണ്ട് ഏത് തറണ്ടാലും ഉരുളാനുള്ള ടെംപ്റ്റേഷൻ എനിക്ക് അറിയോ. കല്യാണം നടക്കാൻ വേണ്ടിയല്ലേ, നീ ഇച്ചിരി സഹിക്ക്. ഹലോ, ആ ഞാൻ അച്ഛനാട്ടോ. ഓക്കെ ഓക്കെ. ആരാടാ? ബ്രോക്കറാ, മറ്റേ പാലാരോട്ടത്തൊന്നും ലൈൻസ് ഇല്ലേ, അത് ഏകദേശം ഓക്കെ ആണെന്ന് നമ്മളോട് ഒന്ന് ചെല്ലുന്നതാണ്. കണ്ടോടാ, വിളിച്ചാ വിളിയേക്കുന്നത് ഭഗവതിയാ. ഭഗവതി വാ 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 വാ. ചെക്കൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ രണ്ടുപേരും മാത്രമുള്ളത് ഒരു കുറച്ചിലാവോ? എന്നാ നമുക്ക് രാജനെ കൂടി വിളിക്കാം. ഏത് രാജൻ? എടാ സാക്ഷര ക്ലാസ്സിലെ എൻ്റെ ബാച്ച്മേറ്റ്. ഏത്? രക്തചന്ദ്രൻ എഴുതിയ രതി നിർവേദം വായിക്കുന്ന അങ്ങേര്? വേണ്ടെങ്കിൽ വേണ്ട, നീ വേഗം റെഡിയാവ്. നമുക്ക് അമ്മയടുത്ത് പ്രാർത്ഥിച്ചിട്ട് വേഗം ഇറങ്ങാം. മോനും മോൾക്ക് എന്ത് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെയും സംസാരിച്ചോട്ടെ, ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാം. ഈ പ്രായത്തിൽ എന്താ കല്യാണം ആലോചിക്കാൻ കാരണം? കൂട്ടിനൊരാൾ വേണമെന്ന് തോന്നുന്നതിന് പ്രായ ഒരു പ്രശ്നമാണ്. അതല്ല, പിന്നെ അച്ഛന് വേണ്ടി ഉരുളാനും എനിക്ക് വയ്യ. ഈ കല്യാണം അവനൊരു ബുദ്ധിമുട്ടാവൂലേ? ഞാൻ ചെറുതായിരുന്നപ്പോഴേ അമ്മ മരിച്ചത്. അത് പിന്നെ അച്ഛനായിരുന്നല്ല. ഞാനിപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യണമായിരുന്നേ. മീറ്റിംഗ് ഒക്കെ ആയിട്ട് ഫുൾ ടൈം ട്രാവലിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ടൈമിലൊക്കെ പോവാം അച്ഛൻ വീട്ടിലൊട്ടൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛനൊരാൾ കൂട്ട് വേണമെന്ന് തോന്നിയത് എനിക്ക് അത്ര തെറ്റായിട്ടൊന്നും തോന്നിയില്ല. ഇതും മുടങ്ങും. ഏയ് ഇതൊക്കെയാണ്. ഓക്കെയാണ്. ഒരു മിനിറ്റ്, ഇയാൾ ഇവിടുത്തെ ആരാന്ന് പറഞ്ഞില്ല? എൻ്റെ വല്യമ്മേനെ നിങ്ങൾ കാണാൻ വന്ന. ഓ, അപ്പം സേഫാണ്. ഇയാളെ നമ്പർ തന്നെ. എന്തിനാ? നമ്മളാണല്ലോ ഇനി കാരണന്മാരുടെ സ്ഥാനത്ത് നീ കല്യാണം നടത്തേണ്ട ആളുകൾ. കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.